നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവുമായി വരുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഒരുപിടി അനുഭവങ്ങളും അതിലുള്ള പാഠങ്ങളും കാണാൻ പോകാം കാട്ടിലെ കൂട്ടുകാർ. സ്കൂൾ വഴി പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മളെ പഠിപ്പിക്കാനാ പപ്പീസ ഈ വൃക്ഷത്തെ നമുക്ക് തന്നതിന്റെ ഉദ്ദേശം. എന്ത് ഉദ്ദേശത്തിലായാലും ശരി, ഞാനിത് നടാനൊന്നും പോകുന്നില്ല. ഒരു തൈ നടുമ്പോ നമ്മൾ ഒരു തണലാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ എനിക്കിപ്പോഴേ അങ്ങനെ തണലൊന്നും വേണ്ട. ഞാനേ എന്റെ വീട്ടില് AC വാങ്ങിപ്പിക്കും. ഈ പപ്പീസിന് ഇപ്പൊ വല്ല നൂഡിൽസോ ബർഗറോ കിട്ടിയ അതാ ഇഷ്ടം. അതെന്താ ഗംഭീർ അങ്ങനെ പറഞ്ഞത്? പപ്പീസ് എപ്പോഴും ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണെന്ന്. അതെ, അതിന് നിങ്ങൾക്ക് എന്താ? എന്റെ പപ്പയുടെ കാശ് കൊണ്ടല്ലേ ഞാനിതൊക്കെ വാങ്ങി കഴിക്കുന്നത്. എന്നാലും അതൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നേ. ഒരു ഉപദേശി. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഈ വൃക്ഷത്തൈ നട്ട് വല്ല തണലും ഉണ്ടാക്കാൻ നോക്ക്. വന്നിരിക്കുന്ന കുറെ വൃക്ഷ സ്നേഹികൾ ഇതേ പോണു. വൃക്ഷം. എന്ത് പണിയാണ് കാണിച്ചത്? കഷ്ടം തന്നെ. അപ്പോഴേക്കും പപ്പീസിന് ദേഷ്യം വന്നു. പോട്ടെ മോട്ടു, അവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നേരാ, എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്നാലേ പപ്പീസിന് മനസ്സിലാവും. ഫാസ്റ്റ് ഫുഡുകളിലെ മായം ചേർക്കലും മറ്റ് കളർ ചേർക്കലും കാരണം അസുഖം പെട്ടെന്ന് പിടിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു. അതൊക്കെ ആരോട് പറയാൻ. ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി കുഴിച്ചു വെക്കട്ടെ. നേരാ, ഒരു വൃക്ഷത്തൈ നടുന്നതിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് നമ്മളും പങ്കാളികളാകും. ശരിയാ, തീർച്ചയായും നമുക്കതിൽ അഭിമാനിക്കാമെന്നേ. ശരി കൂട്ടുകാരെ, അപ്പൊ നമുക്ക് നാളെ കാണാം. അങ്ങനെ ആവട്ടെ. ബൈ ബൈ ബൈ. എന്നാ വാ, നമുക്ക് ശരി പോവാം. ശരി. ഗംഭീര, വേഗം വാ. നല്ലൊരു സ്വപ്നമായിരുന്നു. ഒക്കെ പോയി. എന്തൊരു ടേസ്റ്റ്, എന്തൊരു ടേസ്റ്റ്. സൂപ്പർ. സ്വപ്നത്തിനാണെങ്കിലും അടിപൊളിയായിരുന്നു. ഓ മോനെ, ഇതിനകത്ത് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറാട്ടോ. മുഴുവൻ കഴിക്കണം. എന്താ എന്താ മോനെ നിനക്ക് പറ്റിയത്? ഇന്നും ചമ്മന്തിയും ചോറും ആയിരിക്കും. അമ്മയ്ക്ക് സമയമില്ലാത്തത് കൊണ്ടല്ലേ മോനെ. ഈ ചമ്മന്തിയും ചോറും തിന്ന് ഞാൻ മടുത്തു. മോനെ, മോൻ അമ്മ നേരം കിട്ടുമ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. എനിക്ക് വേണ്ട.
അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രം നേരമില്ല. അതല്ല മോനെ, അമ്മയ്ക്ക് മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാ എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ? പിന്നെ ഒരു ഒടുക്കത്തെ പണി. ദേ, മോൻ ഈ ചോറ് ബാഗിലെടുത്ത് വെച്ച് വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. അമ്മയ്ക്ക് അകത്ത് ഒരുപാട് പണിയുണ്ട്. അമ്മ. വേഗം ചെല്ലു മോനെ. ഉം. ഓ. ഉം. ഈ പുസ്തകം ചുമന്ന് ഞാൻ മടുത്തു. എന്തിനാ ഇത്രയധികം പുസ്തകങ്ങളൊക്കെ? ഛേ. ഉം. അ. അല്ല. എന്തായാലും ഈ ചോറ് ഞാൻ കൊണ്ടുപോകുന്നില്ല. എങ്ങനെയെങ്കിലും ബർഗർ വാങ്ങിയേ പറ്റൂ. പോട്ടെ, ഒരു ചോറും മതി. എന്താ ഒരു ബർഗർ വാങ്ങാനുള്ളൊരു ഐഡിയ? तीन चार पाँच छः सात आठ नौ 10 11 അമ്മ കാണാതെ പണമെടുക്കാൻ പറ്റ പാട്. ഭാഗ്യം ഈ പണം എന്താവശ്യത്തിന് വെച്ചതാണെന്ന് ആർക്കറിയാം. എന്തായാലും വാച്ച് കൂടെ അടിക്കാം. അതിനുശേഷം വരുന്നിടത്ത് വെച്ച് ബാക്കി കാണാം. വീട്ടോട് കാശുണ്ട്. കുറച്ച് ദിവസത്തേക്ക് സംഗതി കുശാൽ. അല്ല, ഒരു തെളിവും വെക്കുന്നത് ഒട്ടും ശരിയല്ല. പൊട്ടെ തെളിവ്. എന്റെ അപ്പോ ബർഗറും ഐസ്ക്രീമും തിന്ന് ഞാനൊക്കെ സ്വർഗം കാണല്ലോ. ബസ് വരണ്ട ബസ് കാണുന്നില്ലല്ലോ. അല്ല, നമ്മുടെ പപ്പീസിനെ ഇപ്പൊ കാണാനേ ഇല്ലല്ല. ശരിയാ, 2 ദിവസമായിട്ട് സ്കൂളിലും വരുന്നില്ല. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടാവും? ഏയ്, അങ്ങനെ അവൻ വഴിയില്ലെന്നേ. അസുഖമൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അറിയില്ലേ? അതും നേരാ. എന്താ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നത്? അല്ല, പപ്പീസിനെ 2 ദിവസമായിട്ട് കണ്ടില്ല എന്ന് പറയായിരുന്നു. നിങ്ങൾ വിചാരിച്ചോ ഞാൻ ചത്തുപോയെന്ന്? എന്താ പപ്പീസ് ഈ പറയണത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ഫാസ്റ്റ് ഫുഡ് കഴിച്ച പ്രശ്നമാകുമെന്ന്. കണ്ടോ, ഞാൻ നിത്യവും കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാ. ഓ, പപ്പീസിന് ഇഷ്ടമുള്ളത് കഴിച്ചോ? നാളെ മുതൽ ഞാൻ സ്കൂളിൽ ഉച്ചഭക്ഷണവും കൊണ്ടുവരിക ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളായിരിക്കും. നിങ്ങൾ വമ്പൻ സാറിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ, എന്ത് പറ്റി? ആവോ, ആർക്കറിയാം. എന്തായാലും ഞാൻ ഈ കാര്യം വമ്പൻ സാറിനോട് പറയും. സംഭവം സാറിനെ അറിയിക്കുന്നത് നല്ലതാ. ബസ് വരുന്നു. വാ, വാ. കുറച്ചു ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നു, ഉച്ചഭക്ഷണ സമയത്ത് പപ്പീസ് മാത്രം മാറിയിരിക്കുന്നു. അതെ സാറേ, ഞങ്ങളെ കാണിക്കാതെ അവൻ കഴിക്കുന്നത്. എന്തായാലും ഈ പോക്കത്ര ശരിയല്ല. പപ്പീസിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സാറേ, ഈ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പണം വേണ്ടേ? വേണം. അതെവിടുന്നാണെന്ന് കണ്ടെത്തണം. എന്തായാലും വീട്ടിൽ നിന്നും കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷെ അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം കേട്ടോ. ശരിയാ സാറേ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കണം. ഞങ്ങളോടൊക്കെ വളരെ ദേഷ്യത്തിലാ സാറേ. അതന്നെ. അതൊന്നും സാരമില്ല മക്കളെ. ഞാൻ ആദ്യം പപ്പീസിനെ ഒറ്റയ്ക്കൊന്ന് കാണാം. ശരി സാറേ, ഞങ്ങൾ വരട്ടെ. ശരി മക്കളെ, പോയി വരൂ. നല്ലത് വരട്ടെ. जाने कहा गए वो दिन. അല്ല, ഇതാര്? പപ്പീസിനെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ സാറേ. അല്ല, പപ്പീസ് ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കേട്ടല്ലോ. അയ്യോ, ഉണ്ട് സാറേ, ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ കഴിക്കുന്നത്? അത് പിന്നെ സാറേ, ഉച്ചഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്. അല്ല, വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണമാണോ കഴിക്കാറ്? കരയാതെ പപ്പീസെ, കരയാതെ കാര്യം പറയൂ. വായിക്ക് രുചിയുള്ള ഒരു ഭക്ഷണം അമ്മ എനിക്ക് വെച്ച് തരുന്നില്ല സാറേ. നേരാണോ പപ്പീസ് പറയുന്നത്? അതെ സാറേ, മോശം ഭക്ഷണം തരുമ്പോ ഞാൻ പറയും, അപ്പൊ അമ്മ പറയും അടുത്ത ദിവസം നേരമുള്ളപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന്. അല്ല, പപ്പീസ് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ പപ്പീസ്? അതെ സാറേ, ഞാൻ ദിവസവും സ്കൂളിൽ ചമ്മന്തിയും ചോറുമാ കൊണ്ടുവരുന്നത്.
കരയാതെ പപ്പീസെ, കരയാതെ കരയാതെ. അതാ സാറേ ഞാൻ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, പപ്പീസ് ചെല്ല്. ഞാൻ പപ്പീസിന്റെ അമ്മയെ ഒന്ന് കാണട്ടെ. ചെല്ല് ചെല്ല്. ഉം. ആ, അതെ, നമ്മൾ പപ്പീസിന്റെ അമ്മയെ കാണുന്നത് അകത്ത് കയറിയിട്ടല്ല, ഇവിടെ അല്ല നിന്ന്. അതെന്തിനാ സാറേ? പപ്പീസിന്റെ അമ്മയ്ക്ക് എപ്പോഴും തിരക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ഇത്ര വലിയ തിരക്കെന്ന് നോക്കാം. നോക്കിക്കോ. പപ്പീസെ, നമുക്ക് അമ്മ എവിടേക്കാണ് പോകുന്നത് നോക്കാം. എന്താണ് സാർ? ആ വാ, പറയാം, വാ. സാറേ, വനാശ്രയ അഗതി മന്ദിരം. അതെ. ഇതെന്തുവാ സാറേ ഇത്? ഇതൊരു അഗതി മന്ദിരമാ. കണ്ടോ അമ്മേ? ഇതാ സാരമില്ലെന്നേ. വലിയ ഉപകാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടോ പപ്പീസ്, പപ്പീസിന്റെ അമ്മയ്ക്ക് സമയമില്ലാതെ വന്നതിന്റെ കാരണം. മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം മോന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. മോന്റെ അമ്മ ഇത്തരമൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. മോന് തരുന്ന ചമ്മന്തിയും ചോറും തന്നെയാ അമ്മ ഈ പാവപ്പെട്ടവർക്ക് നൽകുന്നത്. പക്ഷേ പപ്പീസ് അമ്മയെ തെറ്റിദ്ധരിച്ചു. അമ്മ മനഃപൂർവ്വം ഭക്ഷണം വെച്ച് തരാത്തതാണെന്ന് വിചാരിച്ചു. നേരല്ലേ സാറേ, ഞാൻ മോനെ? മോൻ പുറത്തുനിന്നും ഭക്ഷണം വാങ്ങാൻ വീട്ടിൽ നിന്നും മോഷ്ടിച്ചത് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മ സ്വരുകൂട്ടി വെച്ച പണമാ. ചേട്ടാ, ഞാൻ എത്തിട്ടോ. എങ്ങനെയുണ്ട്? ഇതാ, കരയല്ലേ? സാരമില്ലെന്നേ. ദാ, ആ കാഴ്ച കണ്ടോ? സ്വന്തം സുഖങ്ങളെ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരമ്മയെ. കണ്ടു സാറേ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. എന്റെ അഹങ്കാരം കാരണം. അതിന് അമ്മയുടെ ഈ പുണ്യപ്രവൃത്തി എന്റെ കണ്ണു തുറപ്പിച്ചു. മോനെ, ആ വൃദ്ധന്മാരുടെ സ്നേഹം മാത്രം മതി ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ. അറിയാം സാറേ, ഇനി ഞാൻ അമ്മയെ സഹായിക്കാൻ അമ്മയ്ക്കൊപ്പം എന്നും ഉണ്ടാകും. വെരി ഗുഡ്. മോന്റെ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പപ്പീസിനൊപ്പം എന്തു കാര്യത്തിനും അവരുണ്ടാകും. സാർ, ഞാൻ അവരെ ഒരുപാട് കളിയാക്കി. ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടില്ല സാറേ. സാരമില്ല, മോന്റെ തെറ്റ് മനസ്സിലായില്ലേ? ദൈവത്തിന്റെ നല്ല പുത്രന്മാരായി മാറാൻ പപ്പീസിന് കഴിയട്ടെ. എന്നും ഒരു നല്ല മകനായി അമ്മയ്ക്ക് പ്രിയപ്പെട്ടവനായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ വിളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു പൊന്നുള്ളി ചമ്മന്തി, അത്രമാത്രം. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു വടക്കിനീ മുറ്റത്തൊരാൾ കൂട്ടം, പാവങ്ങൾ എന്നയൽക്കാർ
കൂടിയിരിക്കയാണമ്മയവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു. കഥകളിൽ നിന്ന് മാത്രമല്ല സത്മൊഴികളിൽ നിന്നും നമുക്ക് ലഭിക്കും ഉയർന്ന ചിന്തകൾ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഓക്കെ ടിങ്കു, ടിങ്കുവിൻ്റെ എന്തെല്ലാമാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ അറിയാം ഓക്കെ. ഞാൻ ഇന്ന് സൺഡേ ക്ലാസ്സിൽ ഒരു പാട്ട് പഠിച്ചു. സൺഡേ ക്ലാസ്സിൽ പോയപ്പോൾ പുതിയൊരു പാട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ടിങ്കു വന്നിരിക്കുന്നത്. ഓക്കെ, എന്തിനെക്കുറിച്ചുള്ള പാട്ടായിരുന്നു അത്? മിന്നാമിന്നിയെക്കുറിച്ചുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ പാട്ടൊന്ന് കേൾക്കാം. കൂട്ടുകാർ തയ്യാറാണല്ലോ അല്ലേ ടിങ്കുവിൻ്റെ പാട്ട് കേൾക്കാൻ? ഓക്കെ, എന്നാൽ ടിങ്കു ഒന്ന് പാടിയേ. ഓക്കെ, ഞാൻ 1 2 3 പറയാം, പക്ഷേ 1 2 3 എന്ന് പറഞ്ഞിട്ടേ പാടാവുള്ളൂ കേട്ടോ. റെഡി? 1. നിന്നോട് ഞാൻ പറഞ്ഞു ചാടി പറയരുത് കേട്ടോ. സോറി. ഓക്കെ, റെഡി? 1 2. എടാ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? 3 എന്ന് പറഞ്ഞിട്ടേ പാട്ട് പാടാവുള്ളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓ, വെരി ഗുഡ്. ഓക്കെ, എന്നാ പാട്. എനിക്ക് നൽകി നുറുങ്ങോട്ടം പ്രകാശിക്കാൻ വരുന്നു നീയും വരുന്നു പ്രകാശിക്കാൻ. ഓ, നല്ല പാട്ടാണ് അല്ലേ? ടിങ്കു നന്നായിട്ട് പാട്ടൊക്കെ പാടി. ഓക്കെ, മിന്നാമിന്നിയെക്കുറിച്ചുള്ള പാട്ടിൽ നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു. പിന്നില്ലാതെ. എന്തായിരുന്നു സന്ദേശം? അത് നീയല്ലേ പറയേണ്ടത്. പറഞ്ഞാൽ അങ്കിൾ പറയണമെന്നാ പറയുന്നത്. ആ മിന്നാമിന്നി വളരെ ചെറിയൊരു ജീവിയാണ്. പക്ഷേ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവ്, പ്രകാശമേകുവാനുള്ള കഴിവ്, എങ്ങും പ്രകാശിക്കാനായിട്ട് ആ മിന്നാമിന്നി ഉപയോഗിക്കുകയാണ്. അതെ, അപ്പോൾ മിന്നാമിന്നിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മിന്നാമിന്നിക്ക് അത്രമാത്രം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. എനിക്കറിയാം. എന്ത്? ഓ, മിന്നാമിന്നിയെപ്പോലെ സ്വന്തം കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച ആളുകളെ ടിങ്കുവിന് അറിയാമെന്നാ പറയുന്നത്. അതാരൊക്കെയാ അത്? പെട്ടെന്ന് പറ. നീ പെട്ടെന്ന് പറ. ഓ, അത് ശരിയാ. നോഹയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു. തൻ്റെ ജീവിതത്തിൽ വളരെ നീതിമാനായിട്ടാണ് നോഹ ജീവിച്ചത്. എന്തെല്ലാം കാര്യങ്ങളാണ് താൻ നീതിമാനായതുകൊണ്ട് ദൈവം അവനെ ഏൽപ്പിച്ചത്? വലിയൊരു പെട്ടകമുണ്ടാകുവാനായിട്ട് നോഹയെ ഏൽപ്പിച്ചു. നാമും നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ, നീതിയോടെ നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. ശരിയാ. ഓക്കെ, പിന്നീട് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് വേറെ ആരെങ്കിലും അറിയാമോ? എനിക്ക് അറിയത്തില്ല. എന്നാൽ അങ്കിൾ ഒരാളുടെ കാര്യം പറയാം. ഓക്കെ, ഇസ്രയേലിൽ നിന്നും ആരാം രാജ്യത്തിലെ സേനാധിപനായിരിക്കുന്ന നയമാൻ പിടിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. അതെ, വളരെ ചെറുപ്പത്തിൽ തൻ്റെ സ്വന്തം രാജ്യത്തിൽ നിന്നും സ്വന്തം ജനത്തിൽ നിന്നും വിട്ടുജീവിക്കേണ്ടി വന്ന ഈ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു പ്രവാചകനെ അവരുടെ ഇടയിൽ പറയുവാനായിട്ട് താല്പര്യമെടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഏത് പ്രവാചകനെക്കുറിച്ചാണ് പറഞ്ഞത്? ആ, ശരിയാണ്, ഏലീശ പ്രവാചകനെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം താൻ ആ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി. തൻ്റെ യജമാനൻ ഒരു വലിയ രോഗത്തിന്
പിടിയിലാണെന്ന് മനസ്സിലായി. ഏത് രോഗത്തിനാണെന്നറിയാമോ? എനിക്ക് അറിയത്തില്ല അങ്കിൾ. ഒന്ന് ശരിക്കും ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ കഥ. ഞാനൊന്ന് ഓർത്ത് നോക്കണ്ടേ. ആ, ഏതാ? കിട്ടി. ഏതാ? കുഷ്ഠരോഗം. അതെ, കുഷ്ഠരോഗം. സമൂഹം വെറുക്കുന്ന രോഗമാണ് കുഷ്ഠരോഗം. എന്നാൽ ഈ രോഗത്തിൽ നിന്നും വിടുതൽ നൽകുവാനായിട്ട് തീർച്ചയായിട്ടും ഈ പ്രവാചകന് കഴിയുമെന്ന് മനസ്സിലാക്കി ഈ പെൺകുട്ടി തന്നിലുള്ള ആ ചെറിയ പ്രകാശം ആ കുടുംബത്തിൽ പരത്തുവാനായിട്ട് ഇടയായി തീർന്നു. അത് ആ കുടുംബത്തിൽ തന്നെ വലിയൊരു വിജയത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്നു. ശരി അങ്കിൾ. അപ്പോൾ ആ പെൺകുട്ടി ചെയ്തതുപോലെ നമ്മിലുള്ള ചെറിയ പ്രകാശം നാം നമ്മുടെ കൂട്ടുകാർക്ക് നൽകുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുമ്പോൾ, നമ്മുടെ വീട്ടിൽ പരത്തുമ്പോൾ അത് എത്രയോ ആനന്ദമാണ്, എത്രയോ സന്തോഷമാണ്. അതെ അങ്കിൾ. ബൈബിളില് ഒരു വാക്യം പറയുന്നുണ്ട്. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ടെന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ ആ ഭൂമിയുടെ ആ ഉപ്പാകുന്നു. ശരിയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് വളരെ പ്രയോജനമുള്ള കാര്യമാണല്ലേ? അപ്പം നാം ഓരോരുത്തരും പ്രയോജനമായി തീരേണ്ട ഉപ്പ് പോലെയാണ് മറ്റുള്ളവർക്ക് മധുരമുണ്ടാകേണ്ടത്. കയ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് മധുരത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് നാം. ഇനിയുണ്ട് അങ്കിൾ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ ആ വെളിച്ചമാകുന്നു. അതെ, നാം ഉപ്പ് മാത്രമല്ല, ലോകത്തിൻ്റെ വെളിച്ചവും കൂടിയാണ്. വെളിച്ചം വന്നാൽ അവിടെ നന്മ തിന്മകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം മിന്നാമിന്നി ചെയ്തതുപോലെ എത്രയോ ചെറിയ ഒരു കഴിവാണ് തനിക്ക് കിട്ടിയത്, പക്ഷേ എങ്ങും പ്രകാശിക്കാനായിട്ട് താൻ ആഗ്രഹിച്ചു. അതിനേക്കാൾ എത്രയോ കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ കഴിവുകളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് മിന്നാമിന്നിയെപ്പോലെ എങ്ങും പ്രകാശിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കേ. ഇന്ന് നിങ്ങളുടെ വേദി. വയനാട്ടിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്മിതയുടെ ഒരു കത്തുണ്ട്, വായിക്കാം. ഡിയർ ജീസസ് കിഡ്സ്, ഷാലോമിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ് ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സിൽ ഒരു കുറവ് തോന്നുന്നു. കഥയുണ്ട്, കളിയുണ്ട്, പക്ഷെ പാട്ടില്ല. എന്തുകൊണ്ട് ജീസസ് കിഡ്സിൽ ഒരു പാട്ടുപരിപാടിയില്ല? ഒരു പാട്ടുപരിപാടി കൂടി പ്രതീക്ഷിക്കുന്നു എന്ന് സ്മിത ചെറിയാൻ, അമ്പലവയൽ, വയനാട്. സ്മിതയുടെ ആവശ്യം പരിഗണിക്കാം. തൽക്കാലം പാട്ടിൻ്റെ കുറവ് പരിഹരിക്കാൻ ഞാനൊരു പാട്ട് പാടാം. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? കത്തുകൾ ഇനിയും എഴുതുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും കാണുന്നതുവരെ നന്നായിരിക്കാൻ പ്രാർത്ഥിക്കാം. ബൈ.